ഇന്ന് നമ്മൾ ഒരു ചീരയില റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ചീരയിലൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കും. ഉള്ളി മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചുവ മാറാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ള ചീരയിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് പറയാം, നമ്മളിതിലേക്ക് 1/2 കപ്പ് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനിത് സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ എടുത്തുള്ളൊരു വീഡിയോ ആയിരുന്നു. ഈ അബദ്ധം പറ്റിയതുള്ളത് കൊണ്ട് വീഡിയോ അപ്ലോഡ് ആക്കണ്ടെന്ന് കരുതി വെച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും കൂടി എല്ലാം പെർഫെക്റ്റ് അല്ലാത്തതും നമുക്ക് എല്ലാവർക്കും കിച്ചണിൽ പറ്റുന്നതാണല്ലോ. അപ്പോൾ അതും കൂടെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നിപ്പോൾ ഇത് അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ ചീര നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വേവിച്ചെടുത്തുള്ള പരിപ്പാണ്. അപ്പോൾ ഞാനിതിൽ ഓർമ്മ പശക്കിൽ വേഗം നാളികേരം എടുത്തിട്ട് ഒഴിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട രീതി പരിപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പരിപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ നാളികേരം കൂട്ടി ചേർത്ത് കൊടുക്കേണ്ടത്. അത് പോയി നാളികേരം